നമസ്കാരം. ഇന്ന് 2025 ജനുവരി 2 വ്യാഴം. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. ഉയരട്ടെ മറ്റൊരു ലോക മാതൃക. വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമാണെന്ന് കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നീണ്ട 5 മാസം വേണ്ടിവന്നു. എന്നിട്ടും പുനരധിവാസത്തിനായി അധികമായി ₹1 അനുവദിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം സംസ്ഥാനത്തെ LDF സർക്കാരാകട്ടെ ഇതേ കാലയളവിൽ ദുരന്ത ബാധിതരെ ചേർത്ത് പിടിച്ച് സ്ഥായിയായ പുനരധിവാസത്തിനുള്ള അവസാന രൂപരേഖ തയ്യാറാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. വിവിധ തലങ്ങളിലുള്ള പഠനങ്ങൾക്കും ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷം സംസ്ഥാന മന്ത്രിസഭയും പുനരധിവാസ പാക്കേജിന് അംഗീകാരം നൽകി. പലതിനും ലോകത്തിന് മാതൃകയായ കേരളം ഇതാ ദുരന്ത പുനരധിവാസത്തിലും ലോകത്തിന് മാതൃകയാകാൻ പോകുകയാണ്. ദുരന്തം അതിജീവിച്ചവരുടെ കുടുംബങ്ങൾക്കായി കൽപ്പറ്റയിലെ എൽസ്റ്റൺ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റുകളായി 2 മാതൃകാ ടൗൺഷിപ്പാണ് ഉയരുക. അതും ആശുപത്രിയും സ്കൂളും കളിസ്ഥലവും പാർക്കും അങ്കനവാടിയും ഹെൽത്ത് ക്ലബും കുടിവെള്ളവും വൈദ്യുതിയും ഒക്കെയുള്ള ആധുനിക പട്ടണ സംവിധാനത്തോടെ. എൽസ്റ്റണിൽ 58.5 ഹെക്ടറും നെടുമ്പാലയിൽ 48.9 ഹെക്ടർ ഭൂമിയുമാണ് ഏറ്റെടുക്കുന്നത്. എൽസ്റ്റണിൽ 5 സെന്റിലും നെടുമ്പാലയിൽ 10 സെന്റിലും 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് വ്യത്യസ്ത സ്വഭാവമുള്ള നിർമ്മാണ രീതികളാകും അവലംബിക്കുകയെന്ന് ഇത് സംബന്ധിച്ച രൂപരേഖ വ്യക്തമാക്കുന്നു. ഇതിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. രാജ്യം കണ്ട സമാനതകളില്ലാത്ത ആ ദുരന്തത്തിൽ 2 ഗ്രാമമാണ് ഒലിച്ചുപോയത്. 298 പേരുടെ ജീവൻ പൊലിഞ്ഞു. 1000-ലേറെ വീടുകൾ തകർന്നു. ആയിരങ്ങൾക്ക് ഉപജീവനം നഷ്ടമായി. 174 പേരെ മാത്രമാണ് മൃതദേഹം കണ്ട് തിരിച്ചറിഞ്ഞത്. 87 പേരെ തിരിച്ചറിയാൻ ശരീരഭാഗങ്ങളുടെ DNA പരിശോധന വേണ്ടിവന്നു. 37 പേർ ഇനിയും കാണാമറയത്താണ്. രക്ഷാപ്രവർത്തനം തന്നെ 1 മാസത്തോളം നീണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. മന്ത്രിമാരായ കെ രാജൻ, PA മുഹമ്മദ് റിയാസ്, OR കേളു, AK ശശീന്ദ്രൻ എന്നിവർ 1 മാസത്തിലേറെ വയനാട്ടിൽ തമ്പടിച്ച രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ദുരിതാശ്വാസ ക്യാമ്പും വാടക വീടുകളുമടക്കം താൽക്കാലിക പുനരധിവാസവും കുറ്റമറ്റ നിലയിലാണ് ഒരുക്കിയത്. മരിച്ചവരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം അടക്കം സംസ്ഥാനം 6 ലക്ഷം രൂപ വീതം നൽകി. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കണ്ടെത്തി നൽകി. മാസം 6000 രൂപ വീതം വാടകയും നൽകി. ജീവനോപാധി നഷ്ടമായ 1038 കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം 5000 രൂപ വീതം നൽകി. ഈ കുടുംബങ്ങളിലെ 2 പേർക്ക് വീതം ദിവസം 300 രൂപ ധനസഹായവും നൽകിയാണ് ദുരന്ത ബാധിതരെ സംസ്ഥാനം ചേർത്ത് പിടിച്ചത്. ഈ പ്രവർത്തനങ്ങൾ അതിവേഗം നടത്തുമ്പോൾ തന്നെയാണ് സ്ഥായിയായ പുനരധിവാസത്തിനുള്ള നടപടി സർക്കാർ നീക്കിയത്. ഡ്രോൺ സർവേയിലൂടെ കണ്ടെത്തിയ 2 എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചെങ്കിലും ഉടമകൾ കോടതിയിൽ പോയി. ഹൈക്കോടതി ഇവരുടെ ഹർജികൾ തള്ളുകയും ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് വിധിക്കുകയും ചെയ്തതോടെയാണ് പുനരധിവാസ രൂപരേഖയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയത്. ഭൂമി നിയമവ്യവഹാരത്തിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ പുനരധിവാസ തീരുമാനം കുറെ കൂടി നേരത്തെ ആകുമായിരുന്നു. കുടുംബങ്ങൾക്ക് വീടുകളും ജീവനോപാധിയും ഒരുക്കിയാണ് പുനരധിവാസം പൂർത്തിയാകുക. അതേസമയം കേന്ദ്ര സർക്കാർ കേരളത്തോടുള്ള ദ്രോഹ നയം തുടരുകയാണ്. കേരളത്തിന്റെ നിരന്തര സമ്മർദ്ദത്തിനും പോരാട്ടത്തിനുമൊടുവിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം നിർബന്ധിതമായി. കേന്ദ്ര സംഘം തന്നെ ഇത് സംബന്ധിച്ച് നൽകിയ ശുപാർശ മോദി സർക്കാർ 2 മാസമാണ് തീരുമാനമെടുക്കാതെ പിടിച്ചുവെച്ചത്. ഈ കാലവിളംബം കേരളത്തിനുണ്ടാക്കിയ നഷ്ടം ചില്ലറയല്ല. ദുരന്തം ഉണ്ടായി 2 മാസത്തിനുള്ളിൽ ഈ അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ UN സ്ഥാപനങ്ങൾ, സർക്കാരിതര സന്നദ്ധ സംഘടനകൾ എന്നിവരിൽ നിന്ന് അധിക സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ സാധിക്കുമായിരുന്നു. ആ അവസരമാണ് ഈ കാലതാമസത്തിലൂടെ നഷ്ടമായത്. അതേസമയം കേരളം ആവശ്യപ്പെട്ട ധനസഹായത്തിൽ കേന്ദ്രം മൗനം തുടരുകയാണ്. കേന്ദ്ര നിലപാടിനെതിരെ യോജിച്ച പ്രതിഷേധം ഉയരുക തന്നെ വേണം. ഒപ്പം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടികളെ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കാം. കേരളം വീണ്ടും ഇന്ത്യക്കും ലോകത്തിനും മാതൃക തീർക്കുന്ന ഈ യജ്ഞത്തിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.